मैं आज शार्प क्वेश्चन पूछना चाहता हूं सीएम केरल से, मुस्लिम महिलाओं को सम्मान पूर्वक जीने का अधिकार है या नहीं? ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ ചോദ്യം, മുസ്ലിം വനിതകൾക്ക് സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കാൻ അധികാരമില്ലേ? हम ट्रिपल तलाक समाप्त करते हैं, നാം മുത്തലാഖ് അവസാനിപ്പിച്ചു. तो एलडीएफ यूडीएफ दोनों विरोध करते हैं. അതിനെ എൽഡിഎഫും യുഡിഎഫും ഒരുപോലെ എതിർത്തു. इस देश को विकसित भारत बनाने का स्वप्न रखा है. 2047 ആകുമ്പോഴേക്കും ഈ നാടിനെ ഒരു വികസിത ഭാരതമാക്കി മാറ്റുക എന്ന ലക്ഷ്യമാണ് നരേന്ദ്രമോദിജി നമ്മുടെ മുൻപാകെ വെച്ചിട്ടുള്ളത്. ഭരണഘടനയ്ക്ക് മോദി ഉമ്മ കൊടുക്കുന്ന ഒരു ചിത്രം കണ്ടു. ചില സമുദായങ്ങളിൽ മൃതദേഹം ശവക്കുഴിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ചുംബനം കൊടുക്കുന്ന പതിവുണ്ട്. അതുപോലെ ഭരണഘടനയ്ക്ക് മോദി നൽകിയ അന്ത്യചുംബനമാണ് ഇത് എന്ന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയും കൂട്ടുകക്ഷിയുമായ അമിത്ഷായും ഇരിക്കുന്ന വേദിയിൽ വെച്ച് പറഞ്ഞു തുടങ്ങി. അതിവേഗതയിൽ ഇന്ത്യ രാജ്യം ഒരു മതരാഷ്ട്രമാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും നടക്കുകയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് UAPA നിയമം, NIA നിയമം, മൂന്നാമത് പാസാക്കിയതാണ് മുത്തലാഖ് നിയമം. ഞാൻ പറയുന്നു NIA-ക്കാളും UAPA നിയമത്തെക്കാളും ഭീകരമായ ഒരു മുസ്ലിം വിരുദ്ധ നിയമമാണ് മുത്തലാഖ് നിയമം. എന്തേ മുത്തലാഖ് നിയമം അങ്ങനെയാണെന്ന് പറയാൻ കാരണം, എല്ലാ ഇന്ത്യയിലെ മതസമുദായങ്ങൾക്കുമുള്ള വിവാഹമോചന നിയമങ്ങളെല്ലാം സിവിൽ നിയമ നടപടി പ്രകാരമാണെങ്കിൽ മുത്തലാഖ് നിയമത്തിൽ മുത്തലാഖ് ചൊല്ലുന്ന പുരുഷന്റെ പേരിലെടുക്കുന്ന നടപടിക്രമങ്ങളെല്ലാം ക്രിമിനൽ നടപടി നിയമപ്രകാരമാണ്. അത് പോട്ടെ, അതങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, അവിടെയും തീരുന്നില്ല പ്രശ്നം. മുത്തലാഖ് സുപ്രീം കോടതി അസാധുവായി പ്രഖ്യാപിച്ചാൽ പിന്നെ അത് ആര് ചൊല്ലിയാലും പിന്നെ നിലനിൽക്കുന്നതല്ല, അപ്പോഴേ തന്നെ അത് അസാധുവായി. ഞാൻ ഒരാളെ മുത്തലാഖ് ചൊല്ലി ബന്ധം വേർപെടുത്തിയെന്ന് ഒരു പുരുഷൻ പറഞ്ഞാൽ അത് കോടതിയുടെ മുമ്പാകെ നിലനിൽക്കത്തില്ല. കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്, സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുകയാണ്, ഭരണഘടനാ ബെഞ്ച്. അത് നിയമമായി, രാജ്യത്തിന്റെ നിയമമായി. പിന്നെ എന്തിന് നിയമം ഉണ്ടാക്കി? അവിടെയാണ് ഈ രാജ്യത്തിലെ മുസ്ലിം കുടുംബങ്ങളെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി, തെരുവാധാരമാക്കി, അവിടുത്തെ സ്ത്രീകളെയും പുരുഷന്മാരെയും എല്ലാം തകർത്ത് തരിപ്പണമാക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഉണ്ടാക്കിയ നിയമം ലോകത്ത് നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ? ഭർത്താവ് ഭാര്യയെ മൊഴിചൊല്ലി എന്ന് പറഞ്ഞ് ഭാര്യ പരാതിക്കാരിയാവണമെന്നില്ല. ഭാര്യയുടെ രക്തബന്ധുക്കൾ ആരെങ്കിലും പരാതി കൊടുത്താൽ പോലീസ് ഓഫീസർ അപ്പോഴേ തന്നെ കേസെടുത്ത് രജിസ്റ്റർ ചെയ്ത് ഭർത്താവിനെ ജയിലിലടക്കണം. 3 കൊല്ലത്തേക്ക് ജാമ്യം പോലും കിട്ടാതെ ജയിലിലടക്കണം. ഭാര്യ തന്നെ കൊടുക്കണമെന്നില്ല, രക്തബന്ധുക്കൾ ആരെങ്കിലും കൊടുത്താൽ മതി. ഇന്നത്തെ കാലത്ത് ഏതാണ്ട് 90-95% വീടുകളിലും ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ ചിലപ്പോഴൊക്കെ വഴക്കിടും. പെട്ടെന്നുണ്ടാകുന്ന ഒരു ദേഷ്യത്തിന് ഭാര്യയോ ഭാര്യയുടെ ബന്ധുക്കളോ കൊണ്ടുപോയി പരാതി കൊടുത്താൽ ജാമ്യം പോലും കൊടുക്കാതെ ഭർത്താവിനെ പിടിച്ച് 3 കൊല്ലക്കാലത്തേക്ക് തടവിലിടണം. അയാൾക്ക് ജാമ്യം കൊടുക്കണമെങ്കിലോ മജിസ്ട്രേറ്റ് ഭാര്യയെ വിളിച്ച് ചോദിക്കണം. ചോദിച്ചിട്ട് യുക്തമെന്ന് തോന്നുന്നെങ്കിൽ മാത്രം ജാമ്യം കൊടുത്താൽ മതി എന്നാണ് ഒരു നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പൊ ആളുകളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന 6 പേരെ സൈനൈഡ് കൊടുത്ത് കൊന്ന ജോളിയുണ്ട്. ആ ജോളിയുടെ പേരിലുള്ള കുറ്റപത്രം 90 ദിവസത്തിനകം പോലീസ് നടത്തി ഹാജരാക്കി കോടതിയിൽ സമർപ്പിച്ചില്ലെങ്കിൽ 91ാമത്തെ ദിവസം ജോളിക്ക് ജാമ്യം കൊടുത്തേ പറ്റൂ. ഇതാണ് രാജ്യത്തിലെ നിയമം. CRPC നിയമം, ക്രിമിനൽ നടപടി നിയമം. ഒരാളെ കുറിച്ചുള്ള കേസ് അന്വേഷണം 90 ദിവസത്തിനകം പോലീസ് പൂർത്തിയാക്കുന്നില്ലെങ്കിൽ 91ാമത്തെ ദിവസം ബെയിൽ ഈസ് എ റൈറ്റ്. ജാമ്യം എന്ന് പറഞ്ഞാൽ അവന്റെ അവകാശമാണ് എന്നാണ് ഭരണഘടന പറയുന്നു, ക്രിമിനൽ നടപടി നിയമം പറയുന്നു, എല്ലാ നിയമവും പറയുന്നു. പക്ഷേ മൊഴി ചൊല്ലപ്പെട്ട മുത്തലാഖ് ചൊല്ലിയ പുരുഷന് ജാമ്യം കിട്ടാൻ വ്യവസ്ഥയില്ല. 3 കൊല്ലവും അവനവിടെ കിടന്നുകൊണ്ട് മൊഴി ചൊല്ലപ്പെട്ട ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണം, മക്കളുണ്ടെങ്കിൽ അവർക്ക് ചെലവിന് കൊടുക്കണം എന്ന വിചിത്രമായ നിയമം ഇന്ത്യൻ പാർലമെന്റിൽ ഭൂരിപക്ഷം ഉപയോഗിച്ച് പാസാക്കി.
എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ മുസ്ലിം കുടുംബങ്ങളിലെല്ലാം ദാമ്പത്യ ജീവിത തകർച്ചയെ തുടർന്ന് തകർന്ന് തരിപ്പണമാകണം എന്ന ഉദ്ദേശത്തോടു കൂടി നിയമിച്ച നിയമമാണ് മുത്തലാഖ് ബില്ല്. നമ്മളെല്ലാവരും ഇന്നിപ്പോൾ ആസാമിൽ ലക്ഷക്കണക്കിന് ആളുകൾ ജയിലിൽ കിടക്കുന്ന പോലെ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ ജയിലിൽ കിടത്താനുള്ള ജയിലുകൾ പണിതുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ. ഇതൊക്കെ ഈ അണിയറ നീക്കങ്ങളെല്ലാം കുറെയൊക്കെ വരും, കുറെ പ്രതിഷേധങ്ങളൊക്കെ വരും. അങ്ങനെ വന്നാൽ അതിനെ എങ്ങനെ നേരിടണം എന്നടക്കമുള്ള കണക്കൂട്ടലോടുകൂടിയുള്ള വളരെ പ്ലാൻഡ് ആയിട്ടുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പാഠഭാഗങ്ങളെല്ലാം നാസി ജർമ്മനിയിൽ നിന്നും അഡോൾഫ് ഹിറ്റ്ലറിൽ നിന്നും പഠിച്ച് അവിടെ നിന്ന് അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ഇന്ത്യയിൽ RSSന് രൂപം നൽകിയ ഹെഡ്ഗേവാറും ഗുരുജി ഗോൾവർക്കറും എല്ലാം അവരുടെ പുസ്തകങ്ങളിലായി എഴുതി വച്ചിട്ടുള്ള കാര്യങ്ങൾ അപ്പാടെ ഘട്ടം ഘട്ടമായി നടപ്പാക്കാനുള്ള അണിയറ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗുരുജി ഗോൾവാർക്കർ എഴുതിയ വിചാരധാര 360 രൂപ കൊടുത്താൽ കുരുക്ഷേത്ര പബ്ലിക്കേഷൻസ് എന്ന് പറയുന്ന RSSന്റെ പുസ്തകശാലകളിലെല്ലാം വിലയ്ക്ക് വാങ്ങാൻ കിട്ടും. നിങ്ങളത് വാങ്ങിച്ച് വായിച്ചു നോക്കണം. കുരുക്ഷേത്ര പബ്ലിക്കേഷൻസ് പറയുന്നു, അതിനകത്ത് വിചാരധാരയിൽ ഗുരുജി ഗോൾവർക്കർ പറയുന്നു, ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കൾ 3, ഇന്ത്യയുടെ വൈദേശിക ശത്രുക്കൾ വേറെ. അപ്പൊ എന്തായാലും ഞാൻ നീട്ടിപ്പരത്തിയൊന്നും പറഞ്ഞു പോകുന്നില്ല. അതിൽ പറഞ്ഞിട്ടിരിക്കുന്ന കാര്യങ്ങൾ ആഭ്യന്തര ശത്രുക്കൾ 3, 18, 19, 20 അധ്യായം. 18 മുസ്ലിങ്ങൾ. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളാകുന്നത്? വളരെ വ്യക്തമായി 3 പേജിലായി ഗുരുജി ഗോൾവർക്കർ നിർവചിക്കുന്നുണ്ട്. ഒന്നാമത്തത്, രണ്ടാമത്തെ ആഭ്യന്തര ശത്രു ക്രിസ്ത്യാനികൾ, മൂന്നാമത്തത് കമ്മ്യൂണിസ്റ്റുകൾ എന്നിങ്ങനെ 3 തരത്തിൽ വിഭജിക്കുന്നുണ്ട്. എന്തുകൊണ്ട് പാകിസ്ഥാൻ, എന്തുകൊണ്ട് ചൈന എന്നിങ്ങനെ വിദേശ ശത്രുക്കളെ നിർവചിച്ചിട്ടുണ്ട്. ആ നിർവചിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഒന്നാം മോദി സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയതെങ്കിലും ആ രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് അത് രണ്ടും കൽപ്പിച്ച് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നു. ഇതിന്റെ ഫലമായി NIA ബില്ലിന്റെ വേളയിൽ ബഹുമാനപ്പെട്ട ഉസ്താദൊക്കെ ഇവിടെ ഉണ്ട്. NIA ബില്ലിന്റെ ചർച്ച നടക്കുമ്പോൾ ചർച്ചയിലൊക്കെ എന്നെ പോലെയുള്ള ആളുകൾ നിയമസഭയിലൊക്കെ ഒരുപാട് കാലം ഇരുന്നെങ്കിലും പാർലമെന്റ് സത്യം പറയെങ്കിൽ ചെന്നതിന്റെ ഭയപ്പാട് മാറിയിട്ടില്ല. അതിന് അവിടുത്തെ ഒരു അന്തരീക്ഷം വേറെയാണ്. അവിടെ ചെന്നിരിക്കുമ്പോൾ ഞങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി എഴുന്നേക്കുന്ന സമയത്താണ് ഞാൻ സംസാരിക്കാൻ എഴുന്നേക്കുന്നത്. ഞാൻ അവസാനമാണ്. ഞങ്ങൾക്ക് ആകെ എനിക്ക് എണ്ണം കുറവാണ്. ഇപ്പൊ നമുക്ക് പാർലമെന്റിൽ എണ്ണം കുറവായതുകൊണ്ട് ആകെ ഞങ്ങൾക്ക് കിട്ടുന്നത് 2-3 മിനിറ്റാണ്. ഒരു അംഗസംഖ്യ വെച്ചാണ് സമയം കിട്ടുന്നത്. ആ അംഗസംഖ്യ വെച്ച് സമയം കിട്ടുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് ഉടനെ തന്നെ ഇദ്ദേഹം പറയാൻ വെച്ച കാര്യം കഷ്ടകാലത്തിന് ഞാൻ സംസാരിക്കാൻ എഴുന്നേക്കുന്നതിന് മുമ്പാണ് പറയുന്നത്. എന്താ പറയുന്നത്? NIA ബില്ല് രാജ്യം കാണട്ടെ, ആരാണ് രാജ്യദ്രോഹികളോടൊപ്പം, ആരാണ് രാജ്യദ്രോഹികളോടൊപ്പം എന്ന് ജനം കാണട്ടെ എന്നീ എന്താ ഷോലെ എന്ന സിനിമയ്ക്കകത്ത് മറ്റേ അംജദ് ഖാൻ വരുന്നില്ലേ, ഗബ്ബാർ സിംഗ്. ഈ ഗബ്ബാർ സിംഗിന്റെ വരവ് പോലെ ഇങ്ങനെ വരികയാണ്. മനുഷ്യനാണെങ്കിൽ പേടിച്ചു പോയി. ഇയാളെ കണ്ടു. ഈ നമുക്ക് പേടിയില്ലാന്ന് നമുക്കുള്ളത് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞത് ഇയാളുടെ ഈ ആക്രോശമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങ് അലറുകയാണ്. ആരാണ് കാണട്ടെ. അവിടെ ഞങ്ങൾ അതിശക്തമായി പാർലമെന്റിനകത്ത് NIA ബില്ലിനെതിരായി വോട്ട് രേഖപ്പെടുത്തി. അതിനെ പരാജയപ്പെടുത്താൻ പരമാവധി പരിശ്രമിച്ചു. പക്ഷേ അംഗബലം കുറവാണ്. രണ്ടാമത് UAPA നിയമം, ഭേദഗതി നിയമം കൊണ്ടുവന്നു. ആ ഭേദഗതി നിയമത്തിൽ കുറെ സംഘടനകളെ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ, തീവ്രവാദ സംഘടനകളെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ തീവ്രവാദ സംഘടനകളിൽ എല്ലാം ഒരു മതവിഭാഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള സംഘടനകളുടെ പേരാണ്. എന്നാൽ ഇന്ത്യ രാജ്യത്ത് മതവർഗീയ സ്ഫോടനങ്ങൾ സൃഷ്ടിച്ച ഒരു സംഘടന, പഴയ RSS എന്ന സംഘടനയ്ക്ക് പുറമെ സമീപകാലത്ത് അതിന്റെ ഉൾപിരിവായി രൂപം കൊണ്ട സനാതൻ സംസ്ഥ എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. ആ സംഘടന ആരെങ്കിലും
ഹൈന്ദവ മതവിശ്വാസങ്ങളെയോ മറ്റും ചോദ്യം ചെയ്താൽ അദൃശ്യമായി വന്ന് ആളുകളെ കൊന്നുകളയും. അങ്ങനെയാണ് ഇന്ത്യ ആകെ അറിയപ്പെടുന്ന ഡോക്ടർ കൽബുർഗിയെ, ഡോക്ടർ ഗോവിന്ദ പൻസാരെ, നരേന്ദ്ര ധബോൾക്കറെ, ഗൗരി ലങ്കേഷിനെ 4 പേരെയും കൊന്നത് ഈ സനാതൻ സംസ്ഥ എന്ന് പറയുന്ന സംഘടനയാണ്. കർണാടക പോലീസ് അതിന്റെ സ്പെഷ്യൽ പോലീസ് അന്വേഷിച്ചപ്പോൾ ഈ കൊലപാതകം മുഴുവൻ നടത്തിയത് ഈ സംഘടനയാണ്. ഒരേ തോക്കുപയോഗിച്ചാണ് കൊന്നിരിക്കുന്നതെന്നും കണ്ടെത്തി. ആ സംഘടനയെ ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷന്റെ പട്ടികയിലില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെതിരെ വർത്തമാനം പറയുന്ന ആളുകളെ, ഞങ്ങൾക്കെതിരെ വിധി പറയുന്ന ജഡ്ജിമാരെ, ഞങ്ങളുടെ പ്രവൃത്തികളെ ചോദ്യം ചെയ്യുന്ന ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ, ഞങ്ങൾക്കെതിരായി ശബ്ദമുയർത്തുന്ന ആരായിരുന്നാലും അവരെയെല്ലാം കൊല്ലാൻ വേണ്ടിയിട്ടുള്ള വാടക തീവ്രവാദ പ്രസ്ഥാനങ്ങളെ ഒരു ഭാഗത്ത് രൂപപ്പെടുത്തി വെച്ചുകൊണ്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അവരെ തീവ്രവാദ പ്രസ്ഥാനം ഞങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ട് ഇവരെ തീവ്രവാദ സംഘടനയായി നിങ്ങൾ എൻലിസ്റ്റ് ചെയ്യുന്നില്ല? മറുപടിയില്ല. അത് കഴിഞ്ഞാണ് കാശ്മീർ. ഇന്ത്യ രാജ്യത്തെ ഭരണഘടന പ്രത്യേക പദവി നൽകുന്നതാണ് 371 വകുപ്പ്. ആസാം, മേഘാലയ, നാഗാലാൻഡ്, മിസോറാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ് തുടങ്ങിയിട്ടുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം ഭരണഘടനയുടെ 371 വകുപ്പ് അനുസരിച്ച് പ്രത്യേക പദവി നൽകുന്ന സംസ്ഥാനങ്ങളാണ്. ലക്ഷദ്വീപിൽ അവിടെ ആർക്കും പോയി വസ്തു വാങ്ങാൻ പറ്റത്തില്ല. നമ്മുടെ തൊട്ടടുത്ത അവിടെ വാങ്ങാൻ പറ്റൂല. അങ്ങനെ വാങ്ങാൻ പറ്റാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ട്. പ്രത്യേക പദവി നൽകിയാണ് അതിർത്തി സംസ്ഥാനങ്ങളെയെല്ലാം ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ ആ സംസ്ഥാനങ്ങളെ ഒന്നും വകുപ്പുകൾ റദ്ദ് ചെയ്യാതെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ കാശ്മീരിന്റെ പ്രത്യേക പദവി, അതും എല്ലാ നടപടിക്രമങ്ങളും ചട്ടങ്ങളും കാറ്റിൽ പറത്തി ഒരു സുപ്രഭാതത്തിൽ ഇങ്ങോട്ട് വന്ന് നിയമം പാസാക്കുകയാണ്. ഞങ്ങൾ ഇപ്പോൾ 2ാമത് സമ്മേളനം ചേരുന്നു. കഴിഞ്ഞ സമ്മേളനത്തിൽ വെച്ച് പിടിച്ച് അറസ്റ്റിലാക്കിയ കാശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രി, ഇപ്പോൾ പാർലമെന്റിലെ ഏറ്റവും മുതിർന്ന അംഗം ഫറൂഖ് അബ്ദുള്ള ഇപ്പോഴും വീട്ടുതടങ്കലിലാണ്. ഇന്നലെ പത്രങ്ങൾ കിടക്കുന്നു 3 മാസത്തെ കൂടി അദ്ദേഹത്തിന്റെ വീട്ടുതടങ്കൽ നീട്ടിയിരിക്കുന്നു എന്ന ഉത്തരവ്. പാർലമെന്റിൽ ഒരു പാർലമെന്റ് അംഗത്തിന് വന്ന് ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് ഈ പാർലമെന്റ് അംഗമെന്ന ദൗത്യം നിറവേറ്റാൻ പറ്റുന്നില്ല. പാർലമെന്റിൽ ചർച്ച അനുവദിക്കുന്നില്ല. ഇതാണ് പാർലമെന്റിൽ നടക്കുന്നത്. ഇനി ഇതുകൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇതാണെന്ന്. അല്ല, അടുത്ത സമ്മേളനത്തിലേക്കുള്ള അണിയറ ഒരുക്കങ്ങൾ കഴിഞ്ഞു. അടുത്ത സമ്മേളനം ഏതാണ്? അടുത്ത സമ്മേളനത്തിൽ ഏകീകൃത സിവിൽ കോഡിലേക്കാണ് പോകാൻ പോകുന്നത്. ഇങ്ങനെ ഈ രാജ്യത്തെ ഒന്നിനു പുറകെ ഒന്നായി ഈ രാജ്യത്തെ മതപരമായി വിഭജിക്കുക. ഇന്ത്യയും പാകിസ്ഥാനും എന്ന 2 തുണ്ടുകളായി വിഭജിച്ചപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ സർവ്വസൈന്യാധിപനായ മഹാത്മാഗാന്ധി പറഞ്ഞു, എന്റെ ഹൃദയത്തെ 2ആയി വെട്ടിമുറിക്കുന്നതിന് തുല്യമാണ് എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞെങ്കിൽ ഇന്നിതാ ഇന്ത്യ രാജ്യത്തെ ജനമനസ്സുകളെ തുണ്ടം തുണ്ടമായി അമിത്ഷായും അതുപോലെ നരേന്ദ്രമോദിയും ചേർന്ന് വെട്ടിമുറിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. അതിനെതിരായി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും സിഖും പാഴ്സിയും ജൈനവനും എല്ലാം ഒരമ്മ പറ്റ മക്കളെ പോലെ ഒരുമയോടുകൂടി ഒരു മുത്തുമാലയിൽ കോർത്തിട്ട മുത്തുമണികളെ പോലെ പോരാടിയെങ്കിൽ ആ പോരാട്ടത്തിന്റെ പ്രതിഫലനമാണ് ഈ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ തെരുവുകളിൽ ഇപ്പോൾ അരങ്ങേറുന്ന ഈ ജനസഹസ്രങ്ങൾ. അതാണ് പ്രതിഫലിക്കുന്നത്. അല്ലാതെ ഇത് മുസൽമാന്റെ പ്രശ്നമായിട്ടൊന്നും ആരും കണ്ടിട്ടില്ല. ഇത് ഇവിടുത്തെ ജനതയുടെ പ്രശ്നമാണ്. ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ അണിനിരക്കലാണ് ഈ കാണുന്നതെല്ലാം. ഫാസിസ്റ്റ് ശക്തികളെ തിരിച്ചറിയാൻ അല്പം സമയം വൈകിപ്പോയി. പറഞ്ഞപ്പോ പലർക്കും മനസ്സിലായില്ല. അവർ ഇങ്ങനെയായിരിക്കും വരിക, വേഷപ്രച്ഛന്നരായിട്ടായിരിക്കും വരിക. അവരിങ്ങനെ നമ്മളെ സുഖിപ്പിച്ച് വർത്തമാനം പറയും. അവർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് തോന്നിപ്പിക്കും. അവർ നമ്മുടെ അടുത്തുകൂടും, നമ്മുടെ കൂട്ടത്തിൽ നാളെ പിടിച്ചെടുക്കും. പക്ഷേ അപ്പോഴെല്ലാം നമ്മൾ വിചാരിക്കും കുഴപ്പമില്ല. പാസ്റ്റർ നെയ്മുള്ളവർ പറഞ്ഞ കവിതയുണ്ട്, ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടം. അവർ ആദ്യം തൊഴിലാളികളെ പിടിക്കാൻ വന്നു. ഞാനൊരക്ഷരം മിണ്ടിയില്ല, കാരണം ഞാനൊരു തൊഴിലാളിയല്ലോ.
പിന്നീട് അവർ പ്രൊട്ടസ്റ്റന്റുകാരെ പിടിക്കാൻ വന്നു. അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല, ഞാനൊരു പ്രൊട്ടസ്റ്റന്റ് അല്ല. പിന്നീട് അവർ കമ്മ്യൂണിസ്റ്റുകളെ പിടിക്കാൻ വന്നു. അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല, ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ല. ഏറ്റവും ഒടുവിലായി എന്നെ പിടിക്കാൻ വന്നു. അപ്പോൾ എനിക്ക് വേണ്ടി പറയാൻ ആരുമുണ്ടായിരുന്നില്ല. ഇതാണ് ഫാസിസം. ഫാസിസത്തിന്റെ വരവ് അങ്ങനെയാണ്. ആ ഫാസിസമാണ് ഇന്ന് ജനാധിപത്യ സംവിധാനങ്ങളിലൂടെയെല്ലാം അവർ ആഗ്രഹിക്കുന്നിലേക്ക് ഈ രാജ്യത്തെ മാറ്റിയെടുത്ത അവസാനം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പ്രസിഡൻഷ്യൽ മാതൃകയിലേക്കുള്ള രാജ്യത്തിന്റെ പരിവർത്തനം. ആദ്യഘട്ടത്തിൽ നരേന്ദ്രമോദി പ്രസിഡന്റായിരിക്കും. പിന്നീട് മോഹൻ ഭഗവതോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആവും. അങ്ങനെ ഇന്ത്യയെ ഞാനിവിടെ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കാത്തത്. അങ്ങനെ ഇന്ത്യയെ ഒരു മതാധിഷ്ഠിതമായ രാഷ്ട്രമാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ നീക്കത്തിനെതിരായി ഇന്ത്യ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒരുമിപ്പിച്ച് അണിനിരത്താൻ വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങളാണ്. ഇവിടെ മതപരമായി മാത്രം സംഘടിച്ചു, മതത്തിന്റെ മാത്രമായ പ്രതിഷേധമാകരുത്. അങ്ങനെ ഹിന്ദുവും മുസൽമാനും എന്ന നിലയിലുള്ള ചേരിതിരിവ് സൃഷ്ടിക്കാനാണ് ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇരകളായി നമ്മൾ മാറാൻ പാടില്ല. ഇവിടുത്തെ മുസൽമാൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുവിന്റെ, ഇവിടുത്തെ ക്രൈസ്തവന്റെ, അവരുടെ ഹൃദയ രക്തമാണവർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ നോക്കിക്കേ, ഉത്തരേന്ത്യയിലൊക്കെ ബ്രാഹ്മണരായ ഹൈന്ദവ സ്നേഹിതന്മാരാണ് സമരത്തിന്റെ മുൻനിന്നിൽ. ഞാൻ പൂണൂലിട്ടവനാണ്, എന്റെ സഹോദരനായ മുസൽമാനെ ഇവിടെ നിന്ന് നാടുകടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് ഉത്തരേന്ത്യയിൽ പോരാടുന്നതിൽ മഹാഭൂരിപക്ഷം വരുന്നവർ ഹൈന്ദവരാണ്. നമ്മളും കാണണം അത്. ഇവിടെയും അങ്ങനെയാണ്. ഇവിടെ ഇപ്പൊ ശബരിമലയിൽ പോകുന്നവരാണ് വിശ്വാസികൾ, ഹൈന്ദവരെല്ലാം. മാലയിട്ട് ശബരിമല ധർമ്മശാസ്താവിനെ കാണാൻ പോകുന്നവരാണ്. മാലയിട്ട് ശബരിമല ധർമ്മശാസ്താവിനെ കാണുന്നതിന് മുമ്പായി വാവര് സ്വാമിയെ കാണും. കണ്ടിട്ടാണ് ശാസ്താവിനെ കാണുന്നത്. വാവര് പള്ളിയിൽ പോയി നേർച്ച കൊടുത്തിട്ടാണ് പോകുന്നത്. അവിടുന്നാണ് ഞങ്ങൾ അവിടെയൊക്കെ ചേർത്തല ഭാഗത്തൊക്കെ വെളുത്തച്ഛൻ എന്ന് പറയുന്ന അർത്തങ്ക പള്ളിക്ക് പടിഞ്ഞാറ് വശത്ത് ഒരു ഭാഗമുണ്ട്. ക്രൈസ്തവരെല്ലാം അവിടെ വിശ്വാസികളെല്ലാം ശരിയായ മാലയിട്ട് ശാസ്താവിനെ കാണാൻ പോകുന്ന ആളുകൾ മാലയിട്ട് വാവര് പള്ളിയിൽ പോയി നേർച്ചയർപ്പിച്ച് ശാസ്താവിനെ കണ്ട് അർത്തങ്ക പള്ളിയിൽ വന്നാണ് മാല ഊരുന്നത്. അതാണ് കേരളത്തിന്റെ ഒരു മതസൗഹാർദ്ദം. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ കേരളത്തെ പ്രകീർത്തിച്ച് കേരളവുമായി പല തട്ടുകളിൽ അഭിപ്രായ ഭിന്നതയുള്ള ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ പ്രസംഗം ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കേരളം കത്തിക്കാളാത്തത്? കത്തിക്കാളാൻ ആഗ്രഹിക്കുന്നവരുടെ ഞാൻ എറിഞ്ഞു കൊടുക്കരുത് എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. ഇത് കത്തിക്കാൻ പാടില്ല, മതപരമായി കത്തിക്കാൻ പാടില്ല. പ്രതിഷേധങ്ങളാവാം, ഏത് തരത്തിലുള്ള പ്രതിഷേധങ്ങളാവാം, നമ്മൾ ഒരുമിച്ചാവണം, കൂട്ടായി നിന്ന് വേണം. അല്ലാതെ മതപരമായ പ്രതിഷേധങ്ങളിലേക്ക് ഇത് വഴിതിരിഞ്ഞു പോയാൽ അമിത്ഷായും മോഡിയും ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് ഇത് എത്തും. അതിനുള്ള അവസരം കൊടുക്കരുതേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഞാൻ. അത്തരത്തിലേക്ക് ഇത് എത്തിക്കരുത്. നമ്മളോട് ഭിന്നാഭിപ്രായമുള്ള മായാവതി പറയുന്നു, എന്തുകൊണ്ട് കേരളം ഇങ്ങനെ കത്താതെ കാളാതെ തീയാളാതെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ കേരളം ഒരിക്കലും ഈ RSS ഫാസിസ്റ്റ് ശക്തികൾക്ക് ജയിക്കാനുള്ള വോട്ട് കൊടുക്കുന്ന മണ്ണല്ല എന്നതുകൊണ്ടാണ് കേരളം ഇങ്ങനെ നിൽക്കുന്നത്. ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ തമ്മിൽ തർക്കമുണ്ട്, ചിലപ്പോൾ ജയിക്കും ചിലപ്പോൾ തോക്കും, അതൊക്കെ വേറെ പ്രശ്നം. പക്ഷേ ഫാസിസത്തെ ചെറുക്കാൻ നമ്മൾ ഒന്നിച്ചു നിൽക്കണം. ഫാസിസത്തെ ചെറുക്കാൻ നമ്മൾ ഒന്നിച്ചു നിൽക്കണം. ആ നിൽപ്പ് ഇന്നിപ്പോൾ ഇന്ത്യയിലെ പണ്ഡിതന്മാർ, നിയമജ്ഞന്മാർ, ബുദ്ധിജീവികൾ, സാമ്പത്തിക വിദഗ്ധർ എല്ലാവരും നമ്മയാണ് പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് നമ്മളിലെ ഐക്യം തകർക്കാൻ പാടില്ല, നമ്മുടെ ഒരുമ തകർക്കാൻ പാടില്ല. അതുകൊണ്ട് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി ഇന്ന് നാടിന്റെ നാനാ ദിക്കുകളിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്ന സമരം ഫാസിസം വലിയ രൂപത്തിൽ നമ്മുടെ അടുത്തേക്ക് കടന്നു വരികയാണെന്നും മതേതര ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മത രാഷ്ട്രമായി മാറാൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നു, ഒരു കാര്യം കൂടി പറയുന്നു, നമ്മുടെ പ്രതിഷേധങ്ങൾ നീതിന്യായ കേന്ദ്രങ്ങളിലും അലയടിക്കണം. കാരണം നീതിന്യായ വ്യവസ്ഥയിലും
വല്ലാതെ വെള്ളം കയറുകയാണ്. പറയാതിരിക്കാൻ മാർഗമില്ല. ഞാനൊരു അഭിഭാഷകൻ കൂടിയാണ്. നാളെ അതിന്റെ പേരിൽ കോട്ടലക്ഷ്യത്തിന്റെ പേരിൽ അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടാലും ഒരു പ്രശ്നവുമില്ല. പറയാതിരിക്കാൻ കഴിയില്ല. കാരണം നീതിന്യായ വ്യവസ്ഥയിലും വെള്ളം കയറുന്നതിന്റെ ഫലമായിട്ടാണ് ജനവികാരങ്ങളും വിശ്വാസങ്ങളും എല്ലാം മാർക്കിടുന്നതിനുള്ള ഘടകങ്ങളായി നീതിന്യായ വ്യവസ്ഥ പോലും പരിഗണിക്കുമ്പോൾ ഇതാണ് ജനവികാരം എന്ന് നീതിന്യായ വ്യവസ്ഥയെ പോലും ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. അതെല്ലാം അക്രമത്തിന്റെയും തീവ്രവാദത്തിന്റെയും പാതയിലൂടെ ആവരുത്. നമ്മുടെ ജനകീയ പ്രതിഷേധങ്ങൾ അലയടിച്ചുയരണം. അവയെല്ലാം നമ്മൾ ഒറ്റക്കെട്ടാവണം. ആ ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ നമ്മുടെ രാജ്യത്തെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ കഴിയൂ. ഏതൊരേകാധിപതിക്കും സംഭവിച്ചിട്ടുള്ള ദുരന്തമുണ്ടല്ലോ. ലോകം മുഴുവൻ വിറപ്പിച്ച ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന ചരിത്രം നാം മറന്നു പോകരുത്. ലോകത്തെ കിടുകിടാ വിറപ്പിച്ച ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുന്ന കാഴ്ചയാണ് ഈ ലോകം കണ്ടത്. അതുകൊണ്ട് ജനകീയമായ മുന്നേറ്റത്തിലൂടെ എല്ലാ ഏകാധിപതികളെയും മുട്ടുകുത്തിച്ച ഈ രാജ്യം, ഈ ലോകം നമുക്ക് മാതൃകയായി നിന്നുകൊണ്ട് മുന്നേറ്റത്തിനായി നമുക്ക് ഒന്നിച്ചു കുതിക്കാം. തീർച്ചയായും നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഈ പോരാട്ടത്തിൽ എല്ലാ ഏകാധിപത്യ, സ്വേച്ഛാധിപത്യ, ഫാസിസ്റ്റ് ഭരണകൂടങ്ങളും അവരുടെ ചെയ്തികളും തകർന്നടിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് നമുക്ക് ഒന്നിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അഭിവാദനങ്ങൾ.